ഹൻസു എപ്പോഴും പറയാറുണ്ട് ഹൻസുവിന് അമ്മു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പോലാണെന്ന്. എനിക്ക് അവള് മോളെ പോലെയാണ്, അവക്ക് ഞാൻ അമ്മയെ പോലെയാണോ അങ്ങനെ ഉണ്ടാവണമെന്നില്ല അല്ലേ? അവളെന്നെ ചേച്ചി പോലെ തന്നെ കാണുന്നത്. അവള് മറ്റേ ഞാൻ അവളെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കും, നോട്ട് മൈ മദർ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് നീ മോളെ പോലെയാണ്. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് അപ്പൊ ചേച്ചി അനിയത്തിയെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഞാന് റെസ്ട്രിക്ട് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഞാൻ അവളുടെ അവൾക്ക് മുടി വെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് അവൾക്ക് ഈ കൊറിയൻ ഡ്രാമയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറിയയില് അവരുടെയൊക്കെ ഹെയർ ഭയങ്കര മറ്റേ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ അല്ലേ. അപ്പം ഇവക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളുടെ വിചാരം ഇവളുടെ ഈ ചുരുണ്ട മുടി അങ്ങോട്ട് വെട്ടിയ അത് മറ്റേ ഇങ്ങനെ മറ്റേ സ്ട്രെയിറ്റ് വിഗ് വെച്ച പോലെ കിടക്കും. നമ്മൾ ഇവളോട് പറഞ്ഞു ഹൻസു അത് വേറെ, നിന്റെ മുടി വെട്ടിയാ നീ മറ്റേ ഷോക്ക് അടിച്ചത്. അവളുടെ ഭയങ്കര ആഗ്രഹമാണ് പാവത്തിന്. അവക്ക് മുടി വെട്ടി അത് സ്ട്രെയിറ്റ് ആക്കി അത് കളറാക്കി ഇങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങൾ അവക്കുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എനിക്ക് അവളുടെ ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഭയങ്കര മറ്റേ മുന്തിരിക്കൊല പോലെ കാച്ച് കൊലച്ച് കിടക്കുന്ന മുടിയാണെന്ന് എനിക്കും അമ്മയ്ക്കും തോന്നാറുണ്ട്. അവൾ എപ്പോഴും പറയാം അവൾക്ക് മുടി വെട്ടണം മുടി വെട്ടണം മുടി വെട്ടണം. അതൊക്കെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാം. വളരെ ചെറിയൊരു ആഗ്രഹമല്ലേ പറയുന്നത്? ഞാൻ മുടി വെട്ടണം എന്നല്ലേ ചോദിച്ചുള്ളൂ എന്നൊക്കെ. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു അവള് 18 വയസ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയായിരുന്നു അമ്മയടുത്ത് എനിക്ക് മുടി വെട്ടണം, എനിക്ക് നീണ്ട മുടി വേണ്ട, എനിക്ക് ആകെ മറ്റേ പോണിറ്റെയിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ പോലെ ലെയർ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അമ്മ സമ്മതിക്കാറില്ലായിരുന്നു. അന്ന് ഞാൻ കുറെ കിടന്ന് കരയാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് എന്റെ അമ്മ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ളത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഹൻസികയുടെ ആ ചുരുണ്ട മുടി പ്രോബ്ലി അവർക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റിനേക്കാൾ എനിക്കുണ്ട്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ആരെയാണ്? അഡ്മയർ ചെയ്യുന്ന ആരെയാന്ന് വെച്ചാൽ ഞാൻ ഹൻസികയുടെ ഭയങ്കര ഫാനാണ്. ഞാൻ ഭയങ്കര ഹൻസു ഫാനാണ്. ഞാൻ അമ്മേനെയൊക്കെ നാച്ചുറലി എല്ലാവരും അഡ്മയർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഹൻസികയുടെ ഭയങ്കര ഫാനാണ്. ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് വെരി കൂൾ. ആണല്ലേ? ഞാൻ വിചാരിച്ചത് എപ്പോഴും അവളുടെ ആ ഒരു അഹാന ഇപ്പൊ പോസ്റ്റ് ഇടുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഒരു മുതിർന്ന ചേച്ചിയുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് എനിക്ക് എപ്പോഴും. ഞാൻ ഹൻസുവിന്റെ ഭയങ്കര ഫാനാണ്. കാരണം അവളെ എഡിറ്റിംഗ് അങ്ങ് നന്നായിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഷീ ഈസ് 16, സോ ഷീ ഈസ് നോട്ട് ലൈക്ക് എ വെരി സ്മോൾ ഗേൾ. പക്ഷെ നമ്മുടെ മൈൻഡില് എന്റെ മൈൻഡിൽ ഷീ സ്റ്റിൽ 5 years. മറ്റേ ഹൻസികയുടെ പണ്ടൊരു കിളിമഞ്ചാരോ ഡാൻസ് കളിക്കുന്ന വീഡിയോ അതിൽ അവൾ എങ്ങനെയാണ് ഇരുന്നത് എന്റെ മൈൻഡിൽ ഷീ സ്റ്റിൽ ദാറ്റ് ആൻഡ് ഐ ട്രീറ്റ് ഹർ ലൈക്ക് ദാറ്റ് വിച്ച് ഷീ ഗെറ്റ്സ് ഇറിറ്റേറ്റഡ് അബൌട്ട്. അപ്പൊ എന്റെ മൈൻഡിൽ അയ്യോ ഇത്രയും കുഞ്ഞ് എന്റെ ഹൻസു ഇത്രയും ഇങ്ങനെ കിടുവായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നു, അവൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവളുടെ ഭയങ്കര ഫാനാണ്. അപ്പൊ ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഹൻസുവിനെ ഇൻ ദിസ് ഹോൾ വേൾഡ്. പിന്നെ ഹൻസുവിനെ അറിയാവോ? അറിയാം. ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അറിയായിക്കൊന്നുമില്ല. പേരൻസിന്റെ അഡ്വൈസ് കേൾക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാകണമല്ലോ. ഉണ്ടാവുമല്ലേ? ഒരു വഴിയില്ലെന്ന്. അങ്ങനെ ഇപ്പൊ അവര് ഒരു സോളിഡ് ടോപ്പിക്കിൽ അവർ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത അങ്ങനത്തെ മാറ്റർ ഒന്നും ഇല്ല.